നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ അല്ലെങ്കിൽ MP-യുടെ പേര് പത്തനംതിട്ടക്കാർക്ക് അറിയാമോ? അറിയാമെന്ന് എത്ര പേർ പറയുന്നുണ്ട്? ആന്റോ ആന്റണിയെ വളരെ പ്രധാനപ്പെട്ട ഉത്തരം ഇതാ വരുന്നു. ഒന്നാമത്തെ ഉത്തരം 87% പേർക്ക് MP-യുടെ പേരറിയാം, 13% പേർക്ക് അറിയില്ല. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഈ 2009, 2014, 2019 3 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ആന്റോ ആന്റണി ആ മണ്ഡലത്തിൽ 13% പേർക്ക് അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതൊരു അറിവില്ലായ്മയല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം വെച്ചാൽ അതാണ് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ വളരെ സാക്ഷരമായ ഒരു സംസ്ഥാനമാണ്. ആ മണ്ഡലത്തിലെ MLA-മാരെയും MP-മാരെയൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന 13% അറിയില്ല എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രെൻഡായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അടുത്ത ചോദ്യമായി ചിലപ്പോൾ കണക്ട് ചെയ്താൽ കുറച്ചുകൂടി വ്യക്തത വരും. ഓ പ്ലീസ്. നിങ്ങളുടെ ലോക്സഭാംഗത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യമാണ് അടുത്തത്. MP-യുടെ പെർഫോമൻസ് ട്രാക്കർ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നല്ലതാണോ മോശമാണോ? വളരെ മികച്ചതെന്ന അഭിപ്രായം 1.3% പേർക്കാണ്. മികച്ചതെന്ന 16.6% പേർ, അതായത് 17.9% പേർക്ക് മാത്രമാണ് ആന്റോ ആന്റണിയെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. മോശവും വളരെ മോശവും കൂട്ടി നോക്കൂ, അത് പക്ഷേ 50%-ൽ താഴെയാണ്. മോശം എന്ന് പറയുന്നത് 12%, വളരെ മോശം എന്ന് പറയുന്നത് 13.7%, അതായത് 26.2. 26% ആളുകൾക്ക് ഈ പറയുന്ന ആന്റോ ആന്റണിയുടെ പെർഫോമൻസിനെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായമുള്ളപ്പോൾ കേവലം 17.9%, നമുക്ക് 18 എന്നെടുക്കാം, 18% ആളുകൾക്കാണ് അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമുള്ളത്. അതും ആന്റോ ആന്റണിക്ക് ഗുണകരമാകുന്ന സൂചനയല്ല. പക്ഷേ ശരാശരി എന്ന് പറയുന്നത് 51.5% നിൽക്കുന്നുണ്ട്. ശരാശരിക്കാരെ നമുക്ക് ഒരു പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് ഒന്നുകിൽ മോശത്തിലേക്കോ അല്ലെങ്കിൽ നല്ലതിലേക്കോ ഫെബ്രുവരി 8-ന് ശേഷം ഒരുപാട് വെള്ളം ഒഴുകി പോയിട്ടുണ്ട് അടുത്ത ആറുകളിലൂടെയൊക്കെ. അപ്പോൾ പത്തനംതിട്ടയുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താങ്കൾ വോട്ട് രേഖപ്പെടുത്താൻ പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുന്നത് എന്തായിരിക്കും? ഏതാണ് അവിടുത്തെ പോൾ ഇഷ്യൂ അല്ലെങ്കിൽ പോൾ ടോപ്പിക്? എന്ത് വിഷയം പരിഗണിച്ചാണ് പത്തനംതിട്ട വിധി എഴുതാൻ പോകുന്നത്? പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, 34.4%. അത് കഴിഞ്ഞു വരുന്നത് വിലക്കയറ്റമാണ്, 23.1%. അത് രണ്ടും പ്രധാനമാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഇനിയിപ്പോ മുമ്പിലെ ചോദ്യത്തിലേക്ക് പോവാം. അതായത് എങ്ങനെയാണ് MP-യുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ 26.2 പേര് ഈ പ്രകടനം മോശമാണ് എന്ന് വിലയിരുത്തുന്നു. അതുപോലെ തന്നെ ആ മണ്ഡലത്തില് എല്ലാവരും പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത് വികസനത്തിനാണ് എന്ന് നമുക്ക് കാണാം. 34.4% ആളുകൾ വികസനം വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആന്റോ ആന്റണിക്ക് വീണ്ടും മോശപ്പെട്ട ഇൻഡിക്കേഷനാണ്. അപ്പോഴും പ്രതീക്ഷ നൽകാവുന്ന ഒരു കാര്യമാണ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ച വിലക്കയറ്റം 23.1. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടത് വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ഒരു എന്താ പറയുക, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു വികാരമാണ്. അപ്പം ഇത് ബാലൻസ് ചെയ്ത് പോകുമെന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത ചോദ്യങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എങ്കിലും ആന്റോ ആന്റണി എന്ന് പറയുന്ന MP-ക്കെതിരായൊരു വികാരമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു അഭിപ്രായമാണ് ആ മണ്ഡലത്തിലെ ജനങ്ങൾ. ചില കാര്യങ്ങൾ കൂടി അതിൽ പരിശോധിച്ച് പോകണം തോന്നുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. K. സുരേന്ദ്രന് 3 ലക്ഷത്തിൽ പരം വോട്ട് ലഭിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. നോക്കൂ, അയോധ്യ ക്ഷേത്ര നിർമ്മാണം 1% പേർ മാത്രമേ അതിന് പ്രധാന വിഷയമായി കാണുന്നുള്ളൂ. രാജ്യസുരക്ഷ 3.1%, രണ്ടും കൂടി ചേർക്കുമ്പോൾ 4.1% മാത്രം. അതായത് 29% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം K. സുരേന്ദ്രന് സമ്മാനിച്ച പത്തനംതിട്ട, നമ്മുടെ സ്റ്റോറിയിൽ തന്നെ പറയുന്ന കണക്ക് തീർത്ഥാടക വെച്ചാൽ അതിന്റെ തലസ്ഥാനം എന്നാണല്ലോ പത്തനംതിട്ട പറയുന്നത്. ശബരിമല നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ K. സുരേന്ദ്രന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. 29% എന്ന് പറയുന്നത് വലിയൊരു വോട്ടാണ്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഇക്കുറി വരുമ്പോൾ 4% മാത്രമാണ് അയോധ്യയെയും അതുപോലെ തന്നെ രാജ്യസുരക്ഷയും പ്രധാനമായി കാണുന്നത്. പക്ഷേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി സാധ്യത BJPക്ക് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.